ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ സിലബസിനകത്ത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പരീക്ഷ പാറ്റേൺസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വരുത്തിയിരിക്കുന്നത്, എന്തൊക്കെ സിലബസ് ആണ്, ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നു. ദെൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഈ സിലബസ് ഇതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു വർഷം നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റി വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നോർമലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലെ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിലബസിലൂടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഒരു ഐഡിയ ഇതിലൂടെ കിട്ടും. ഈ പരീക്ഷയുടെ നോർമലി കഴിഞ്ഞ വർഷങ്ങളെക്കാളും ചേഞ്ചസ് വരുത്തിയിട്ടുള്ള പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയുടെ ഘടനയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു വർഷം തൊട്ട്. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങളിൽ നിന്ന് 1 തിരഞ്ഞെടുക്കണം. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് മോഡൽ എക്സാം ആണ്. അതുപോലെ തന്നെ അന്തിമമായി ഉത്തരം സമർപ്പിക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തിയ ഉത്തരങ്ങൾ മാറ്റാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്കുണ്ട്. ശരി ഉത്തരങ്ങൾക്ക് 3 മാർക്കും തെറ്റുത്തരത്തിന് 1 നെഗറ്റീവ് മാർക്കാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ദെൻ എത്രയൊക്കെയാണ് ഇതിൽ മാർക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിനുള്ള മാർക്ക് വരുന്നത് 120 മാർക്കാണ് വരിക. ഫിസിക്സ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് വരിക. 75 മാർക്കാണ് അതിനകത്തുണ്ടാവുക. കെമിസ്ട്രി ഏരിയയിൽ 20 ക്വസ്റ്റ്യൻസും 60 മാർക്കുമാണ് നമുക്ക് അതിനകത്തുണ്ടാവുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് 15 മാർക്സാണ് ഉണ്ടാവുക. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു പോർഷനാണ് ഈ ഒരു വർഷം തൊട്ട് ഈ ഒരു എക്സാമിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 10 ക്വസ്റ്റ്യൻസും 30 മാർക്കുമാണ് നമുക്കിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 300 മാർക്സാണ് നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഇനി എക്സാം വിഷയങ്ങളിൽ പ്രധാന ടോപ്പിക്കുകൾ ഇപ്പം നമുക്കറിയാം. മാത്തമാറ്റിക്സിൽ എന്തൊക്കെ ഏരിയാസ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്? അൽജിബ്രയാണ് നമുക്ക് മെയിനായിട്ട് വരിക. അതിലെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷനുകളും അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം, അതുപോലെ സീക്വൻസുകൾ, സീരീസുകൾ, മാട്രിക്സുകൾ, ഡിറ്റർമിനറുകൾ, ഇതിനെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അൽജിബ്ര ഏരിയയിലെ മാത്തമാറ്റിക്സ് ഏരിയ എന്ന് വരുന്നത്. അതുപോലെ ജോമെട്രി ആൻഡ് കാൽക്കുലസ്, കോർഡിനേറ്റേഴ്സ്, ജോമെട്രി, അതുപോലെ ട്രിക്കോണമി, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വെക്റ്റർ അൽജിബ്ര, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇത്തരത്തിലുള്ള ഇൻ്റഗ്രൽ കാൽക്കുലേഷൻസ്, ഇത്തരത്തിലുള്ള ടോപ്പിക്സുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കവർ ചെയ്ത് പോകേണ്ട ഏരിയാസുകളാണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം നിങ്ങൾക്ക്. ഇനി ഫിസിക്സ് സിലബസ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ യൂണിറ്റുകളും അവരുടെ അളവുകളും, അതുപോലെ തന്നെ കൈനത്തറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, അതുപോലെ തന്നെ സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ താപവും താപഗതോർജ്ജവും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതുപോലെ കൈനത്തറ്റിക് തിയറി ഓഫ് ഗ്യാസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവാം. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകൾ വരാൻ ചാൻസസ് ഉണ്ട്. വൈദ്യുതി കാന്തിക ഇൻഡക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതുപോലെ ഓസിലേഷൻസുകൾ, ദെൻ ഓപ്റ്റിക്കൽ സ്പേവുകൾ, ഓപ്റ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം. പിന്നെ മോഡേൺ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ കെമിസ്ട്രി എന്ന് വരുമ്പം ബേസിക് കെമിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക്, അതുപോലെ ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിറ്റി, ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹൈഡ്രോ ബലൂൺസ് ആൻഡ് പോളിമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ AEE എന്ന് പറയുന്ന എക്സാം ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെ നന്നായി പഠിച്ച് നല്ല നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ പറ്റുന്ന എക്സാംസുകളും അതുപോലെ കോഴ്സുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നമുക്കറിയാം ആർട്ടിക്കിൾസുകൾ, പ്രിപ്പോസിഷൻസുകൾ, അതുപോലെ തന്നെ വേർബ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അത്തരത്തിലുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് ഇപ്പം ഈ വിഭാഗത്തിൻ്റെ വിശദമായ സിലബസ് എല്ലാം തന്നെ നമുക്ക് അമൃത യൂണിവേഴ്സിറ്റി ഇതുവരെ കറൻ്റ്ലി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും പൊതുവെ കോമൺ എൻട്രൻസ് പരീക്ഷയിൽ കാണുന്ന ലോജിക്കൽ, റീസണിങ്,
റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്കിതിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പം ഒരു JEE എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാവുന്ന ഒരു എക്സാമാണ് AEയുടെ എക്സാം എന്ന് പറയുന്നത്. ഇനി AE എക്സാമിലെ സ്ലോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഈ സ്ലോട്ട് ബുക്കിംഗ്? അതായത് വിവിധ നഗരങ്ങളിലെ പരീക്ഷാർത്ഥികൾക്ക് അവരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷാ കേന്ദ്രങ്ങളും ദിവസങ്ങളും സ്ലോട്ടുകളും ക്രമീകരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീയതിയും സമയവും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന റിലേറ്റഡ് ആയ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ സ്വയം ഒരു സ്ലോട്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഒഴിവുള്ള സ്ലോട്ടുകളിലേക്ക് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്ത് നൽകുന്നതാണ്. ഈ സ്ലോട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം, ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഈ എക്സാമിന് എങ്ങനെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ആപ്ലിക്കേഷൻ മൂവിങ് ടൈമിൽ നിങ്ങളുടെ കൂടെ തന്നെ പേഴ്സണലായിട്ടൊരു മെൻറ്റർ ഇരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് ലഭ്യമായ രീതികൾ, ഇതിൻ്റെ സമയം, സ്ലോട്ടും നിങ്ങൾക്ക് തന്നെ ഓപ്റ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു തീയതി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ദെൻ കണ്ടിന്യൂ ചെയ്താൽ അടുത്ത സ്ക്രീനിൽ ലഭ്യമായ സ്ലോട്ട് തിരഞ്ഞെടുക്കാൻ അവർ ആവശ്യപ്പെടും. തിരഞ്ഞെടുത്ത സ്ലോട്ട് കൺഫേം ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആ ഒരു സ്ലോട്ട് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ഒരു സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ദെൻ സ്ലോട്ട് ബുക്കിംഗ് പൂർത്തിയാക്കിയ ശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ കൃത്യമായ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അപേക്ഷ തീയതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് 1300 ഈ ഒരു എക്സാമിൻ്റെ അപേക്ഷ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇപ്പം അമൃത ഈ ഒരു AEയുടെ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. നമുക്ക് ജാനുവരി 15 വരെയും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ദെൻ ജാനുവരി 10 നിങ്ങൾക്ക് സ്ലോട്ട് ബുക്കിംഗ്, ഫസ്റ്റ് ഫേസ് എക്സാമിൽ സ്ലോട്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം. ദെൻ നമുക്ക് ജാനുവരി ഒരു മിഡ് അല്ലെങ്കിൽ ഒരു എൻഡോട് കൂടി നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും. ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഡേറ്റുകളാണ്. ഇതിൽ ചിലപ്പോൾ ചേഞ്ചസുകൾ വരാം, ചിലപ്പോൾ ഇതേ ഡേറ്റിൽ തന്നെ ഫോളോ ചെയ്യാം. പിന്നെ ജാനുവരി 29 മുതൽ ഫെബ്രുവരി 1 മുതലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാംസുകൾ നടക്കുക. ദെൻ ഫെബ്രുവരി 26 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ മിഡ് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻഡ് ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവും. ദെൻ ഏപ്രിൽ 26 സെക്കൻഡ് ഫേസ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു തുടങ്ങും. ദെൻ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ഓർ മെയ് ഫസ്റ്റ് വീക്കായിട്ട് എക്സാം, അതായത് സെക്കൻഡ് ഫേസിലേക്കുള്ള എക്സാം ഡേറ്റ് നമുക്ക് കിട്ടും. ദെൻ മെയ് എൻഡോടുകൂടി അല്ലെങ്കിൽ മെയ് മിഡോടുകൂടി നമുക്ക് ഇതിൻ്റെ എക്സാം ഫേസ് 2 എക്സാമിൻ്റെ റിസൾട്ട് ഔട്ടാവും. ദെൻ നെക്സ്റ്റ് ജൂൺ ഒരു മിഡ് ഓർ അല്ലെങ്കിൽ ഒരു ലാസ്റ്റോട് കൂടി തന്നെ നമുക്കിതിൻ്റെ കൗൺസിലിംഗ് ട്രയൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയും. ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന വീക്സുകളിലെല്ലാം ഇത് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് മോപ്പപ്പ് റൗണ്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ വിത്ത് JEE മെയിൻ സ്കോറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫർമേഷൻ ആവും. ഇതാണ് രീതികൾ വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ സ്ലോട്ട് ബുക്കിംഗ് ടൈം നിങ്ങൾ നോക്കണം. ജാനുവരി 29 മുതൽ നമുക്ക് ഫെബ്രുവരി 1 വരെയാണ് എക്സാം, ഫസ്റ്റ് ഘട്ടത്തിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 8:30 to 11 വരെ ഒരു ടൈം സ്ലോട്ട് ഉണ്ട്. ദെൻ 12 to 2:30 വരെ ഒരു ടൈം സ്ലോട്ട് ഉണ്ട്. ദെൻ 3:30 to 6 വരെ സ്ലോട്ട് ഉണ്ട്. അല്ലെങ്കിൽ 9:30 AM to 12 o'clock വരെയുള്ളതോ അല്ലെങ്കിൽ 2 to 4:30 വരെയുള്ള ടൈമോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 9 AM to 11:30, ദെൻ 2:30 to 5. ഇങ്ങനെയാണ് നമുക്ക് ടൈം സ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ലോട്ട് നിങ്ങൾ മാറ്റാൻ പാടില്ല. ആ സ്ലോട്ട് അത് മാറ്റാനായിട്ട് പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ആ ടൈം സ്ലോട്ട് തന്നെ ഓപ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അതിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ് മൂവിങ് ടൈമിൽ ഞങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പ് മെൻറ്റേഴ്സ് ഓൺലൈൻ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾ ഡയറക്റ്റ്ലി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.